അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിയാദിലും അബുദാബിയിലും ദോഹയിലും സന്ദർശനം നടത്തി മടങ്ങി. ആ സന്ദർശനത്തിൽ നയതന്ത്രമോ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനമോ ഒട്ടുമുണ്ടായിരുന്നില്ല. മറിച്ച് ആർത്തിമൂത്ത ഒരു കച്ചവടക്കാരന് മുന്നിൽ കാണിക്കകൾ വച്ച് അറബ് ഭരണാധികാരികൾ മുട്ടിലെഴിയുന്ന കാഴ്ചയാണ് കണ്ടത്. പലസ്തീനിൽ നടക്കുന്ന വംശഹത്യയെ പരസ്യമായി ആയുധങ്ങൾ നൽകി പിന്തുണയ്ക്കുന്ന ഒരു പ്രസിഡന്റിന് ചുവപ്പ് പരവതാനിയും ഹസ്തദാനവും, മുടിയഴിച്ചാടുന്ന അറബ് സുന്ദരിമാരുടെ പരമ്പരാഗത സ്വീകരണവും. ഗസ നിന്ന് കത്തുമ്പോൾ ട്രംപിന് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ വ്യാപാരവും സമ്മാനങ്ങളും കൈമാറാൻ മത്സരിക്കുകയായിരുന്നു അറബ് ഭരണാധികാരികൾ. ഈ പണത്തിന് പകരമായി ട്രംപ് ഇസ്രായേലിന് കൂടുതൽ ബോംബുകളും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്തു. പലസ്തീനിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചുമാറ്റുക എന്ന അജണ്ടയ്ക്ക് അറബ് ഭരണാധികാരികളുടെ പണവും പിന്തുണയും ഉപയോഗപ്പെടുത്തുകയായിരുന്നു ട്രംപിന്റെ സന്ദർശന ലക്ഷ്യമെന്ന് വേണം കരുതാൻ. സൗദി അറേബ്യയുടെ മൊത്തം GDP ആയ $1 ട്രില്യൺ അമേരിക്കയിൽ നിക്ഷേപിക്കാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. $600 ബില്യൺ സൗദി ഇതിനകം വാഗ്ദാനം ചെയ്തു. 10 വർഷത്തിനകം $1.4 ട്രില്യൺ അമേരിക്കയിൽ നിക്ഷേപിക്കുമെന്നാണ് UAEയുടെ വാഗ്ദാനം. അതിലും വലിയ ഓഫറുകളുമായി ഖത്തറും ഒപ്പമുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അറബ് ഭരണാധികാരികൾ വെറും പണപ്പെട്ടികൾ മാത്രമാണ്. നിലനിൽക്കണമെങ്കിൽ അനുസരിക്കുക, ഇതാണ് അറബ് ഭരണാധികാരികൾക്ക് ട്രംപിന്റെ വാഗ്ദാനവും ഭീഷണിയും. ഇപ്പോഴും അറബ് വസന്തത്തിന്റെ പ്രേതം പിന്തുടരുന്ന ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള പ്രതിരോധം പടിഞ്ഞാറിന്റെ പിന്തുണയാണ്. അതിനുവേണ്ടി പണവും സ്വാതന്ത്ര്യവും അഭിമാനവും ഉൾപ്പെടെ എന്ത് വിലയും അവർ നൽകും. അറബ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഭീഷണി ഇസ്രായേൽ അല്ല, മറിച്ച് ഉള്ളിൽ പ്രതിഷേധത്തിന്റെ കനൽ പേറുന്ന സ്വന്തം ജനങ്ങൾ തന്നെയാണ്. അധികാരവും രാഷ്ട്രീയ ഇച്ഛാശക്തിയുമുള്ളവരോട് മാത്രമാണ് ട്രംപിന് ബഹുമാനം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും തുർക്കി പ്രസിഡന്റ് റെസിപ് തയ്യിപ് എർദോഗനെയും സ്മാർട്ട് എന്നും കരുത്തനെന്നും വിശേഷിപ്പിക്കുന്ന ട്രംപിന് മുട്ടിലിഴയുന്ന അറബ് ഭരണാധികാരികളോട് പുച്ഛമാണ്. ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ സൽമാൻ രാജാവ് 2 ആഴ്ച പോലും ഭരണത്തിലുണ്ടാകില്ല എന്ന് പരിഹസിക്കുന്ന ട്രംപിനാണ് സൗദി ബില്യൺ കണക്കിന് ഡോളർ വാഗ്ദാനം ചെയ്തത്. ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന പണം US ട്രഷറിയിലേക്ക് മാത്രമല്ല പോകുന്നത്, ട്രംപിന്റെ കുടുംബത്തിനും കൂടിയാണ് വാരിക്കോരി നൽകുന്നത്. ദുബൈയിൽ ഹോട്ടൽ, ജിദ്ദയിൽ ടവർ, ഖത്തറിൽ ഗോൾഡ് റിസോർട്ട്, ക്രിപ്റ്റോ ഇടപാടുകൾ തുടങ്ങി കോടികളുടെ ലാഭമാണ് ഗൾഫ് സന്ദർശനത്തിലൂടെ ട്രംപും കുടുംബവും നേടിയെടുത്തത്. ഖത്തർ രാജകുടുംബം ട്രംപിന് നൽകിയത് $400 മില്യൺ വില വരുന്ന പറക്കും കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വകാര്യ ജെറ്റ് വിമാനം. ഇതിന് ട്രംപ് നന്ദി പ്രകടിപ്പിച്ചത് അങ്ങേയറ്റത്തെ അവഹേളനത്തിലൂടെയായിരുന്നു. ഞങ്ങൾ അവരെ സുരക്ഷിതമായി നിലനിർത്തുന്നതിനുള്ള പ്രത്യുപകാരമാണിത്. ഞങ്ങളില്ലായിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല എന്നായിരുന്നു ഈ സമ്മാനത്തെക്കുറിച്ച് ട്രംപിന്റെ പ്രതികരണം. എന്തിനായിരുന്നു ഈ സമ്മാനങ്ങൾ? ഗസയിൽ 1,00,000 ടൺ ബോംബ് വർഷിച്ചതിനോ? കൺമുന്നിൽ നടക്കുന്ന വംശഹത്യയെ പിന്തുണച്ചതിനോ? ഗസയിലെ ജനങ്ങളെ ഒന്നാകെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണ നൽകുന്നതിനോ? ട്രംപ് റിയാദിൽ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് അമേരിക്കൻ നിർമ്മിത ബോംബുകൾ ഇസ്രായേൽ ഗസയിലെ 2 ആശുപത്രികൾക്ക് മുകളിൽ വർഷിച്ചത്. യൂറോപ്യൻ ആശുപത്രിക്ക് മുകളിൽ 9 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് പതിച്ചത്. ഡസൻ കണക്കിന് പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. നാസർ ആശുപത്രിക്ക് മുകളിൽ പതിച്ച ബോംബിലാണ് ചികിത്സയിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകൻ ഹസൻ ഇസ്ലായി കൊല്ലപ്പെട്ടത്. 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത് 200-ലേറെ പേർ. അറബ് ഭരണകൂടങ്ങൾ ട്രംപിനെ പൂമാലയിട്ട് സ്വീകരിക്കുമ്പോൾ ഗസയിൽ കുഞ്ഞുങ്ങൾ ചോരപ്പൂക്കളാൽ മൂടുകയായിരുന്നു. ട്രംപ് കുടുംബത്തിലേക്ക് അറബ് രാജ്യങ്ങളുടെ കോടികൾ ഒഴുകുമ്പോൾ ഗസയിലെ കുഞ്ഞുമക്കൾ ഉൾപ്പെടെ പട്ടിണി മൂലം പതുക്കെ മരണത്തിന്റെ കൈകളിലേക്ക് വീഴുകയായിരുന്നു. അവർ ഒപ്പുവച്ച ഓരോ ചെക്കും, ഓഫർ ചെയ്ത ഓരോ വിമാനങ്ങളും, ഒരു അറബുകാരനോടൊപ്പം പോസ്റ്റ് ചെയ്ത ഓരോ ഫോട്ടോകളും നട്ടെല്ല് നഷ്ടപ്പെട്ട ഭരണകൂടത്തിന്റെ പ്രതീകങ്ങളാണ്. നാണം കെട്ട ജനവഞ്ചകർ എന്നായിരിക്കും ചരിത്രത്തിൽ അവരുടെ പേരുകൾ രേഖപ്പെടുത്തുക.